കോവയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പച്ചക്കറി ആവണമെന്നില്ലല്ലേ. എന്നാൽ ഇഷ്ടപ്പെടാത്തവർ പോലും രണ്ടാമത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കോവയ്ക്ക റെസിപ്പി നമുക്ക് കണ്ടാലോ. അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു വെറൈറ്റി ടേസ്റ്റോടുകൂടി. എന്നാൽ വായോ വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി 3 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. വെളുത്തുള്ളി 10 എണ്ണം, കുരുമുളക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത്രയും മതി. ഇനി നമ്മുടെ മെയിൻ ആള് കോവയ്ക്ക. വളരെ ചെറുതായിട്ടരിഞ്ഞ 1/4 കിലോ കോവയ്ക്ക. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളി എല്ലാം നല്ല പോലെ ചതച്ചെടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന സാധനം കോവയ്ക്ക മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രം നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യാം. പാൻ ചൂടാവുമ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ച് പൊടികൾ രണ്ടും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പൊടികളുടെ പച്ചമണമെല്ലാം മാറുമ്പോൾ നമുക്ക് നമ്മുടെ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി കോവയ്ക്ക നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഞാനിവിടെ ഉപ്പ് നീരാണ് ഉപയോഗിക്കുന്നത്. ഉപ്പ് പൊടിയായാലും സാരമില്ല. ഉപ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കോവയ്ക്ക വേവാൻ ആവശ്യമായ ഒരു കുറച്ച് വെള്ളം കൈകൊണ്ട് തളിച്ചു കൊടുത്തിട്ട് വേണം അടപ്പ് വെച്ച് അടച്ച് വേവിക്കാൻ. നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കൊക്കെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുവേ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി കോവയ്ക്ക നിരത്തി വെച്ച് കൊടുത്ത് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണയുടെ ആവശ്യം പോലെ തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുന്നുണ്ടേ. കോവയ്ക്കയുടെ ചുറ്റുമുള്ള പച്ച തൊലി ചെറുതായിട്ട് ചുരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കോവയ്ക്ക റെഡിയായോ എന്നറിയാനുള്ള ട്രിക്ക്. നമ്മുടെ കോവയ്ക്ക മെഴുക്കുപുരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് മുകളിലൂടെ തൂക്കി കൊടുക്കാം. ഇത് നമ്മുടെ മെഴുക്കുപുരട്ടിയുടെ ടേസ്റ്റ് വേറൊരു ലെവലിലോട്ട് നമ്മൾ എത്തിക്കുവേ. നമ്മുടെ ഈ കോവയ്ക്ക മെഴുക്കുപുരട്ടിക്ക് ഒരു നോൺ വെജ് ടേസ്റ്റൊക്കെ തോന്നും കേട്ടോ. അഥവാ ഉച്ചയ്ക്ക് നോൺ വെജ് ഇല്ലാത്ത ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അയ്യോ പറയാൻ മറന്നു, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരുപാട് കുഴിഞ്ഞു പോകാത്ത നമുക്ക് പെറുക്കി പെറുക്കി കഴിക്കാൻ പറ്റുന്ന നമ്മുടെ കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡിയായി. ഇനി കോവയ്ക്കൊക്കെ വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് പാൻ നമുക്ക് അങ്ങോട്ട് എടുക്കാം. കുറച്ച് ചോറിട്ട് ഒരല്പം ഉപ്പുനീരും തളിച്ച് അങ്ങോട്ട് കുഴച്ചങ്ങ് എടുക്കണം. പാനിലെ എല്ലാ വശത്തും കയ്യെത്തണം കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കിയ പാത്രത്തിൽ അവസാനം ഒരിച്ചിരി ചോറിട്ട് കുഴച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അത് എത്ര കറി കൂട്ടി കഴിച്ചാലും കിട്ടത്തില്ല അല്ലേ. ആദ്യത്തെ ഉരുള അത് ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മുടെ വെറൈറ്റി ടേസ്റ്റുള്ള കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ആ ഇഷ്ടം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൊണ്ട് ചെയ്യണേ. അപ്പം മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.